നമസ്കാരം. ഇന്നത്തെ ഡി ഫോക്കസ് തുടങ്ങുന്നു. സർവകലാശാലയിലെ ഒഴിവുകൾ PSC അറിയിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരിക്കെ അതറിയിക്കാതെ സർവകലാശാലകൾ നടത്തുന്നത് ഒളിച്ചുകളിയോ? ഈ വിഷയമാണ് ഡി ഫോക്കസ് ഇന്ന് പരിശോധിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ റാങ്ക് ഹോൾഡറായ അരുൺ തൃശൂർ ബ്യൂറോയിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കും. കോൺഗ്രസ് നേതാവും കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗവുമായ ജ്യോതികുമാർ ചാമക്കാല തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. DYFI നേതാവും കാലിക്കറ്റ് സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗമായ KK ഹനീഫയെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക്. സർക്കാർ ഉത്തരവനുസരിച്ച് വിവിധ സർവകലാശാലകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്തത് 725 ഒഴിവുകളാണ്. എന്നാൽ വിവരാവകാശ പ്രകാരം വിവിധ സർവകലാശാലകളിലെ ഒഴിവുള്ള സീറ്റുകളുടെ കണക്കെടുത്തപ്പോൾ ഞെട്ടിക്കുന്ന വിവരമാണ് മീഡിയ വണ്ണിന് ലഭിച്ചത്. ഒഴിവുള്ള 1264 അസിസ്റ്റന്റ് തസ്തികകളിൽ 551 തസ്തികകളും സർവകലാശാലകൾ പൂഴ്ത്തിവെച്ചു. ഏറ്റവും മുന്നിൽ കേരള സർവകലാശാലയാണ്. 592 സീറ്റുകളിൽ 359 സീറ്റുകളും കേരള സർവകലാശാല റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് വിവരാവകാശ രേഖ ശരിവെക്കുന്നു. കേരള കാർഷിക സർവകലാശാലയാണ് തൊട്ടുപിന്നിൽ. 102 സീറ്റുകളാണ് കാർഷിക സർവകലാശാല പൂഴ്ത്തിവെച്ചത്. കുസാറ്റ്, MG, കാലിക്കറ്റ്, കണ്ണൂർ സംസ്കൃത സർവകലാശാലകളും ഒഴിവുള്ള പല സീറ്റുകളും PSCക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. PSCക്ക് റിപ്പോർട്ട് ചെയ്യാതെ കേരള സാങ്കേതിക സർവകലാശാല 114 അനധ്യാപക തസ്തികകളിൽ സ്വന്തം നിലയ്ക്ക് നിയമനം നടത്തുന്ന വാർത്ത കഴിഞ്ഞ ദിവസം മീഡിയ വൺ പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് മറ്റ് സർവകലാശാലകളിലെ ഞെട്ടിക്കുന്ന കണക്കും പുറത്തുവരുന്നത്. PPJC, മീഡിയ വൺ, തിരുവനന്തപുരം. സ്വന്തം നിലയിൽ അനധ്യാപക നിയമനം നടത്താൻ സാങ്കേതിക സർവകലാശാലയുടെ നീക്കം PSC തടഞ്ഞു. സർവകലാശാല നീക്കം നിയമവിരുദ്ധമാണെന്ന് വ്യക്തമാക്കിയ PSC മുഴുവൻ ഒഴിവുകളും ഉടൻ റിപ്പോർട്ട് ചെയ്യാനും നിർദ്ദേശം നൽകി. നിയമനത്തിന് അനുമതി നൽകി ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനും PSC ശുപാർശ ചെയ്തിട്ടുണ്ട്. റാങ്ക് ഹോൾഡറായ അരുണും കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായ ജ്യോതികുമാർ ചാമക്കലയും ഉണ്ട് വിവിധ ബ്യൂറോകളിലായി. ആദ്യം അരുണിലേക്ക്. അരുൺ എത്രാമത്തെ റാങ്ക് ഹോൾഡറാണ്? എപ്പോഴാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുക? സർ, എൻ്റെ റാങ്ക് 651 റൊട്ടേഷൻ അനുസരിച്ച് 800 ചില്ലാനും വരും. അതായത് ജനറൽ കാറ്റഗറിയാണ്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 3 മാസമായിട്ടും നമ്മൾ എല്ലാ ദിവസവും ഒരു ദിവസം വരും വിടാതെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും കയറി ഇറങ്ങുകയാണ്. എന്തെങ്കിലും ഒരു ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അനുകൂല നടപടിക്ക് വേണ്ടിയിട്ട്. കാണാത്ത വല്ലമാരും മന്ത്രിമാരും ഒന്നുമില്ല, പക്ഷെ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു മറുപടി കിട്ടുന്നില്ല. ഒരു 500 സാർ പറഞ്ഞ പോലെ തന്നെ 500 ചില്ലാനോളം ഒഴിവുകൾ ഇപ്പോൾ തന്നെ നമുക്ക് ഒരു ഇവിടെ ഒഴിവുകൾ ബാക്കിയുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന RTI തെളിവാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ നിരന്തരമായിട്ട് ഈ യൂണിവേഴ്സിറ്റികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരുടെ ഓട്ടോണമസ് പവർ എന്ന് പറഞ്ഞൊരു പവർ ഉപയോഗിച്ച് നമുക്കത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ ലാഗ് ചെയ്യിക്കാമെന്നാണ് നമ്മൾ VCയും അതുപോലെ തന്നെ അവിടെ ഉള്ള അധികാരികളെയും കാണുമ്പോൾ അവർ നമുക്ക് വരുന്ന മറുപടി. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ആരെ കാണണം, എന്ത് ചെയ്യണമെന്നറിയാതെ സത്യമായിട്ടും പകച്ചു നിൽക്കുകയാണ്. ഈ സർവകലാശാലയിൽ കയറിയപ്പോൾ എന്താണ് അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ വിവരം? അവിടെ ഒഴിവുകൾ ഇല്ല എന്നാണോ, അതോ ഈ ദിവസവേതന അടിസ്ഥാനത്തിൽ ഇപ്പോഴും അവിടെ ജോലിയിൽ ആളുകൾ തുടരുന്നുണ്ട് എന്നാണോ? തീർച്ചയായിട്ടും സർ, നമ്മൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, തൃശ്ശൂരുള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ നിരന്തരമായിട്ട് ഒരു 10-15 സംരംഭം ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നടത്തി കഴിഞ്ഞു. ഇനി അതിൽ അവർ നമുക്ക് അവിടെ നടത്തുമ്പോൾ നമുക്ക് പറഞ്ഞു തരുന്ന മറുപടി, രജിസ്ട്രാറൊക്കെ നമുക്ക് വരുന്ന മറുപടി, അല്ലെങ്കിൽ VC നമുക്ക് വരുന്ന മറുപടി, അതായത് അവിടെ ഒരു 102 വേക്കൻസികൾ 50% 102 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി 103 വേക്കൻസികൾ എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി, ഇത് ഒരു വർക്ക് ലോഡ് കുറവാണ്, അപ്പോൾ അതുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ വർക്ക് ലോഡ് കുറവാണെങ്കിൽ എന്തിനാണ് അവിടെ 500-600 ആളുകളെ താൽക്കാലികമായി വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല സർ. കാരണം അവരാണോ അതോ രാത്രിയും പകലും ജോലി കഴിഞ്ഞ്, ഞാനിപ്പോൾ ഇവിടെ ജോലി കഴിഞ്ഞാണ് വന്നിരിക്കുന്നത്, ജോലി കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി പഠിച്ച് പരീക്ഷ എഴുതുന്നത് ഞങ്ങളാണ് അർഹർ സർ. കാരണം എന്താണെങ്കിൽ ഈ 600 ആളുകളെ നിലനിർത്താനായിട്ട് അവർക്ക് അവിടെ വർക്ക് ഉണ്ട്. പക്ഷേ ഈ പറയുന്ന 100 ചില ആളുകളെ എടുക്കാനായിട്ട് അവിടെ വർക്കില്ല. അപ്പോൾ എന്ത് വർക്ക് ലോഡാണ് സാർ അവിടെ ഇല്ലാത്തത്? അവിടെ വർക്ക് ഉണ്ട്, വർക്ക് ലോഡും ഉണ്ട്, അവിടെ ആളുകളെ ആവശ്യമുണ്ട്. പക്ഷേ അവിടെ ഈ ഒരു നിയമപരമായിട്ട് എക്സാം എഴുതി അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് എക്സാം എഴുതി കയറി വരുന്നവരുടെ ആവശ്യമില്ല എന്നാണ് വ്യക്തമാകുന്നത്. അതുപോലെ തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥ. കേരള യൂണിവേഴ്സിറ്റിയിൽ 359 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത്. ആ 359 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഡൗൺ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റം അവിടെ ഇല്ല എന്നാണ്. പക്ഷേ അവിടെ ഡൗൺ ഗ്രേഡിങ്ങിൻ്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി ഒരു നമ്മുടെ അസിസ്റ്റന്റ് തസ്തികയും അതുപോലെ തന്നെ സീനിയർ അസിസ്റ്റന്റ് തസ്തികയും കുറച്ചൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് റിപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ബാക്കിയുള്ള വെറ്റിനറി യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ MGU യൂണിവേഴ്സിറ്റി, അവിടെയുള്ള യൂണിവേഴ്സിറ്റികളെല്ലാം
ഒരു പഴയ യൂണിവേഴ്സിറ്റികളാണ് അവരെല്ലാവരും ഈ പറഞ്ഞ മുഴുവൻ ഒഴിവുകളും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇവരെന്തുകൊണ്ടാണ് ഈ ഒരു ഡൗൺ ഗ്രേഡിങ് ഒരു സിസ്റ്റം അവരൊരു ടെക്നിക്കൽ പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നില്ല സത്യത്തിൽ. പക്ഷെ ആ ഒരു പ്രശ്നം പറഞ്ഞാണ് അവർ ആ ഒരു ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വ്യക്തമാണ്. ഞാൻ അരുണിലേക്ക് ഞാൻ തിരിച്ചു വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കല, ഇതാണ് അവസ്ഥ. അരുണിനെ പോലെയുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ, ജോലി പ്രതീക്ഷിച്ച് നിൽക്കുന്ന, പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരുപാട് ഉദ്യോഗാർത്ഥികളെ സ്വപ്നങ്ങൾ തകർക്കുന്ന ഒരു നീക്കമാണിത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒഴിവുകൾ ഉണ്ടായിട്ടും സർവകലാശാലകൾ അത് കൃത്യമായി PSCക്ക് റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത്? അല്ല, ശ്രീ സായി, ഈ അരുൺ പറഞ്ഞത് 100% ശരിയാണ്. കേരളത്തിലെ മിക്ക പ്രധാനപ്പെട്ട സർവകലാശാലകളും അവിടെയുള്ള ഒഴിവുകൾ കൃത്യമായി PSCക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അതിന് കാരണമായി അവർ പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഉദാഹരണമായി കേരള യൂണിവേഴ്സിറ്റി എടുത്താൽ ഇവിടെ എൻട്രി കേഡറിൽ ഉള്ള വേക്കൻസി അസിസ്റ്റന്റുമാരെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ട ഈ 350-400ഓളം വേക്കൻസികൾ ഇനിയും റിപ്പോർട്ട് ചെയ്യാനുണ്ട്. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ സിൻഡിക്കേറ്റിൻ്റെ പെർമിഷൻ ഒന്നും ആവശ്യമില്ല. അവിടെ വൈസ് ചാൻസലർക്ക് മാത്രം ഉള്ള അധികാരമാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് PSCക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ട് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരു അറിവുമില്ല. കഴിഞ്ഞ സിൻഡിക്കേറ്റിൽ തന്നെ ഈ വിഷയം ഞാൻ തന്നെ എടുത്തതാണ്. അപ്പോൾ അത് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ സിൻഡിക്കേറ്റ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. 27-ാം തീയതി മറ്റന്നാൾ വീണ്ടും സിൻഡിക്കേറ്റ് ഉണ്ട്. അവിടെ ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇവിടെ അസിസ്റ്റൻറ്റ് കേഡർ മുഴുവൻ 3 കാറ്റഗറിയാണുള്ളത്, സീനിയർ ഗ്രേഡും സെലക്ഷൻ ഗ്രേഡും ഒക്കെ. ഇതെല്ലാം ഒറ്റ കാറ്റഗറിയായി കാണുന്നതിന് പകരമായി അസിസ്റ്റൻറ്റ് എൻട്രി കേഡറും സീനിയർ സെലക്ഷൻ ഗ്രേഡും സീനിയർ ഗ്രേഡും ഒക്കെ സെപ്പറേറ്റായി കാണുന്നതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഇതിനൊക്കെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലിസ്റ്റിൽ നിന്നുള്ളവരെ പ്രവേശിപ്പിക്കാതിരിക്കുക, അവർക്ക് തൽക്കാലം ജോലി കൊടുക്കാതെ പരമാവധി നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത് തന്നെയാണ്. അതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കാരണം അർഹമായ റാങ്ക് ലിസ്റ്റിൽ പെടുകയും അവർ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർക്ക് ജോലി നിഷേധിച്ചിട്ട് പകരമായി ദിവസക്കൂലിയിൽ ആളുകളെ വയ്ക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതിന് 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, ദിവസക്കൂലിയാകുമ്പോൾ അവർക്ക് ബാധ്യതകൾ കുറവാണ്. മറ്റൊന്ന്, അവരുടെയൊക്കെ പലരുടെയും പല രീതിയിലും പിൻവാതിലൂടെ കടന്നു വന്നിട്ടുള്ളവരാണ് അവർ. അപ്പോൾ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ അത് തീർച്ചയായിട്ടും അവസാനിപ്പിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, 1969 ഇവിടെ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായപ്പോൾ അന്ന് ഒരു ജസ്റ്റിസ് വേലുപ്പിള്ള കമ്മീഷനെ നിയമിച്ചിരുന്നു. ആ ജസ്റ്റിസ് വേലുപ്പിള്ള കമ്മീഷൻ വളരെ കൃത്യമായി അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിൽ താൽക്കാലിക നിയമനങ്ങൾ ഒരു കാരണവശാലും സർവകലാശാലയിൽ നടത്താൻ പാടില്ല. പ്രത്യേകിച്ച് സീക്രട്സി വേണ്ട സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് പരീക്ഷകൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഒരു കാരണവശാലും ഈ താൽക്കാലിക ജീവനക്കാരെ വെക്കാൻ പാടില്ല, ദിവസക്കൂലിക്കാരെ വെക്കാൻ പാടില്ല എന്നുള്ളത് ആദ്യത്തെ ശുപാർശയാണ്. ആ ശുപാർശ ഇപ്പോഴും അട്ടിമറിച്ചുകൊണ്ടാണ് പരീക്ഷാ ജോലികളിൽ ഉൾപ്പെടെ ദിവസക്കൂലിക്കാരെയും കോൺട്രാക്ട് ബേസിസിലുമൊക്കെ ആളുകളെ വെച്ചിട്ട് ഇത്തരത്തിൽ റാങ്ക് ലിസ്റ്റിലുള്ളവരെ പുറത്തു നിർത്തിയിരിക്കുന്നത്. തീർച്ചയായും ഇത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിന് യാതൊരു തർക്കവുമില്ല. ഇവിടെ PSCക്ക് റിപ്പോർട്ട് ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറയുന്ന മറ്റൊരു ആക്ഷേപം ഇത് ഓർഡിനൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും നമുക്കറിയാം, കേരള സർവകലാശാലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റ് സർവകലാശാലയെ സംബന്ധിച്ച് നോൺ ടീച്ചിങ് ജീവനക്കാരെ അവർ വരുന്നത് ഓർഡിനൻസിൻ്റെ കീഴിലുള്ള പരിധിയിലാണ്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് PSCക്ക് വിട്ട് ഒരു ഉത്തരവിറക്കിയതിന് ശേഷം, PSCക്ക് സ്പെഷ്യൽ റൂൾ ഉണ്ടായതിനു ശേഷം ഈ അസിസ്റ്റന്റുമാരെ സംബന്ധിച്ചും കമ്പ്യൂട്ടർ അസിസ്റ്റന്റുമാരെ സംബന്ധിച്ചും തീർച്ചയായും അത് PSCയിൽ നിന്നുള്ള ലിസ്റ്റിൽ നിന്ന് എടുക്കേണ്ടതാണ്. അതിന് ആ ഭേദഗതി, ആ നിയമം ഓർഡിനൻസിൽ അമെൻഡ് ചെയ്തില്ല എന്ന് പറയുന്നത് വെറും ഒരു കാരണമായി പറയുന്നു എന്നുള്ളതല്ലാതെ അതിന് യാതൊരു സാങ്കേതികത്വവുമില്ല. വെറും സാങ്കേതികമായി സെൻട്രലും സിൻഡിക്കേറ്റിലും. ശ്രീ ജ്യോതികുമാർ ചാമക്കല, താങ്കൾ സിൻഡിക്കേറ്റ് അംഗമായിരിക്കുന്ന കേരള സർവകലാശാലയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത്. ഏകദേശം 300-ലധികം ഒഴിവുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. സിൻഡിക്കേറ്റിന് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? ഇത് സർവകലാശാല VCക്ക് അടക്കം തീരുമാനമെടുക്കാവുന്ന ഒരു വിഷയമാണ് എന്ന് താങ്കൾ പറഞ്ഞു. സിൻഡിക്കേറ്റിന് ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? കാരണം ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നമാണ്, സർക്കാരിന്റെ ഉത്തരവുണ്ട്, നിയമവിരുദ്ധമായ ഒരു നടപടി തന്നെയല്ലേ സർവകലാശാലകളുടെ ഭാഗത്ത് നിന്ന് ഇതിൽ ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും കഴിഞ്ഞ UDF സർക്കാർ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ 2000-ന്റെ ആദ്യ പകുതിയിൽ കേരളത്തെ ഞെട്ടിപ്പിച്ച ഈ അസിസ്റ്റന്റ് നിയമന കുംഭകോണത്തിന് ശേഷമാണ് കേരളത്തിൽ PSCക്ക് ഈ സർവകലാശാലകളിൽ നിയമനം വിടണമെന്നത് തത്വത്തിലൊരു ധാരണ പൊതുസമൂഹത്തിൽ നിന്നുണ്ടാവുകയും കഴിഞ്ഞ UDF സർക്കാർ അത് തീരുമാനത്തിലെത്തുകയും ചെയ്തത്. തുടർന്ന് കഴിഞ്ഞ UDF സർക്കാർ അത് PSCക്ക് വിട്ടു. PSCക്ക് വിട്ടതിന് ശേഷം PSC ഏറ്റെടുക്കുന്നത് വരെയുള്ള കാലയളവിൽ അതിനു മുമ്പ് വിളിച്ചിരുന്ന അപേക്ഷകൾ മുഴുവൻ പരിശോധിക്കുവാനും അതിൽ വേണ്ടി വന്നാൽ അപ്പോയിൻമെൻറ്റ് നടത്താനും ഗവൺമെൻറ് അനുവാദവും നൽകിയിരുന്നു. ആ സമയത്തൊന്നും ചെയ്യാത്ത വേക്കൻസികൾ സ്വാഭാവികമായും ഇനി PSC ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് നിയമിക്കേണ്ടത്. അതിന് ഇപ്പോൾ വളരെ വ്യക്തമായി എസ്പെഷ്യലി ഈ 2 പോസ്റ്റുകൾ അസിസ്റ്റന്റുകളെ സംബന്ധിച്ചും കമ്പ്യൂട്ടർ അസിസ്റ്റന്റുകളെ സംബന്ധിച്ചും കൃത്യമായും ഈ റാങ്ക് ലിസ്റ്റിന് മാത്രമേ എടുക്കുവാൻ കഴിയൂ. അത് വൈസ് ചാൻസലർ റിപ്പോർട്ട് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഈ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ആദ്യത്തെ സിൻഡിക്കേറ്റാണ് കഴിഞ്ഞ 21-ാം തീയതി കൂടിയപ്പോൾ ആദ്യത്തെ വിഷയമായി തന്നെ ഞാൻ അവതരിപ്പിച്ചത് ഇവിടെയുള്ള മുഴുവൻ വേക്കൻസികളും സിൻഡിക്കേറ്റ് PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നാണ്.
പക്ഷേ അത് അതിൻ്റെ ഭാഗമായി ഒരു അജണ്ടയായി വരുന്നുണ്ടെന്നും അജണ്ട വരുമ്പോൾ ചർച്ച ചെയ്യാമെന്നും പറഞ്ഞെങ്കിലും അന്ന് ആ അജണ്ട കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് 27-ാം തീയതി സിൻഡിക്കേറ്റ് വീണ്ടും അതിൻ്റെ കണ്ടിന്യൂഷനായി തന്നെ കൂടുന്നുണ്ട്. സ്വാഭാവികമായും അന്ന് ഈ വിഷയം അവിടെ അവതരിപ്പിക്കും. VC അതിന് തയ്യാറായില്ലെങ്കിൽ സിൻഡിക്കേറ്റ് ഏകാണ്ടമായി ഈ വിഷയത്തിൽ PSCക്ക് ഈ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒറ്റക്കെട്ടായി നിലപാടെടുക്കേണ്ടി വരും. അതിന് CPM അല്ലെങ്കിൽ ഇടതുപക്ഷമെന്നോ വ്യത്യാസമില്ല. അവരെ എതിർക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ അനുകൂലിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും ഇത്തരത്തിൽ അരുണിനെ പോലെ റാങ്കിലൂടെ വന്ന കുട്ടികൾക്ക് അവർക്ക് സ്വാഭാവികമായും നീതി നിഷേധിക്കുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. വ്യവസ്ഥാപരമായ മാർഗ്ഗത്തിലൂടെ അവരെ പരീക്ഷ പാസ്സായി വന്നിരിക്കുന്നതാണ്. PSCയുടെ റാങ്ക് ലിസ്റ്റിൽ വന്നവരെ മാറ്റി നിർത്തിക്കൊണ്ട് ദിവസക്കൂലിക്കാരെ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ സർവകലാശാലകൾ നടത്തിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പുമില്ല. വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം KK ഹനീഫ കൂടി ടെലിഫോണിൽ. ശ്രീ ഹനീഫ, ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ എടുത്ത തീരുമാനമാണ് സർവകലാശാലകളിലെ മുഴുവൻ ഒഴിവുകളും PSCയിൽ റിപ്പോർട്ട് ചെയ്യണം. അതനുസരിച്ചുള്ള നടപടികളൊക്കെ പൂർത്തിയായി. PSCയുടെ പരീക്ഷയും വന്നു. പക്ഷേ ഇപ്പോഴും എത്രയോ അധികം സീറ്റുകൾ PSC റിപ്പോർട്ട് ചെയ്യാതെ സർവകലാശാലകൾ പൂഴ്ത്തിവെച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്നത്. എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു? ഏകദേശം എല്ലാ സർവകലാശാലകളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഉദ്യോഗാർത്ഥികളോട് ചെയ്യുന്ന വലിയൊരു നീതി നിഷേധമല്ലേ ഇത്? ഇതിനകത്ത് ഒരു കാര്യം വ്യക്തമാക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള പൂഴ്ത്തിവെപ്പിനും കൂട്ടുനിൽക്കുന്ന ഒരു നടപടി ഒരു കാരണവശാലും ഉണ്ടാവില്ല. കഴിഞ്ഞ സിൻഡിക്കേറ്റ് മീറ്റിംഗിൽ 20 പേരെ നിയമിക്കാൻ വേണ്ടിയുള്ള PSCയുടെ നിർദ്ദേശം നടപ്പിലാക്കി മാതൃക കാണിച്ച യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. എന്നാൽ ഇടതുപക്ഷ അംഗങ്ങൾ ഈ ഉത്തരവ് നടപ്പിലാക്കണമെന്ന് ശക്തമായി വാദിക്കുമ്പോൾ മിസ്റ്റർ ചാമക്കാല പറഞ്ഞത് കോൺഗ്രസും UDF എല്ലാം ഇത് വളരെ അനുകൂലമാണ് എന്നാണ്. എന്നാൽ ഒരു വിരോധാഭാസം എന്ന നിലയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ PSC വഴി നിയമനം കൊടുക്കണമെന്ന് ഞങ്ങളതാ ശക്തമായി വാദിക്കുമ്പോൾ പുറത്ത് DYFI പ്രവർത്തകർ ഉപരോധ സമരം നടത്തുമ്പോൾ ആ സമരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി PSCയിലുള്ള ആളുകൾക്ക് നിയമനം കൊടുക്കാൻ പാടില്ല എന്നാണ് കാലിക്കറ്റിലെ കോൺഗ്രസിന്റെ സിൻഡിക്കേറ്റ് മെമ്പർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ പൂർണ്ണമായി ഇരുന്നിട്ടില്ല. അദ്ദേഹം ഇറങ്ങിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു പശക് കഴിഞ്ഞ UDF ഗവൺമെന്റ് ഈ നിയമനം എല്ലാം PSCക്ക് വിട്ടു എന്നുള്ള വാദം ശരിയാണ്. എന്നാൽ 2011 തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിന്റെ അവസാന കാലത്തെ തീരുമാനം എന്നുള്ള PSCക്ക് വിടാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അതിനെ തടഞ്ഞു നിർത്തുകയും UDFന്റെ നേതൃത്വത്തിൽ വന്ന സിൻഡിക്കേറ്റുകൾക്ക് അഴിമതിയിലൂടെ നിയമനം നടത്താനുള്ള അവസരവും കഴിഞ്ഞ UDF ഗവൺമെന്റ് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഏറ്റവും വലിയൊരു സംഭവമായി നിങ്ങൾ കാണേണ്ടത് 30/1/2016 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ UDF ഗവൺമെന്റ് തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് ഏതാണ്ട് 20 ദിവസം കൊണ്ടാണ് PSCക്ക് നിയമനം വിട്ടുകൊണ്ടുള്ള കേരള ഗവൺമെന്റിന്റെ ഉത്തരവ് ഓർഡറായി ഇറങ്ങുന്നത്. 2015 തന്നെ ഈ ഓർഡർ ആക്ടായി കേരളത്തിനകത്ത് വന്നതാണ്. അപ്പോൾ ആ ആക്ട് നടപ്പിലാക്കാൻ നിയമപരമായി വിധേയപ്പെട്ടവരാണ് സർവകലാശാല അധികാരികൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 2 വൈസ് ചാൻസലർമാർ ഈ ആക്ട് വന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് നടപ്പിലാക്കാൻ ഇല്ലെങ്കിൽ സെലക്ഷൻ കമ്മിറ്റിയിൽ ഒപ്പിടാൻ വിസമ്മതിച്ചു. അങ്ങനെ വിസമ്മതിച്ച 2 സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നടപടിയെ അതിജീവിക്കാൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള UDF നേതൃത്വം അവരുടെ തന്നെ എല്ലാ ഉത്തരവുകളും നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു വൈസ് ചാൻസലറെ കൊണ്ടുവന്ന് നിയമിക്കുന്ന സാഹചര്യമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായത്. 30/1/2016 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഫെബ്രുവരി മാസം 26-ാം തീയതി ഗവൺമെന്റ് ഓർഡർ ഇറങ്ങാനിരിക്കെ ഫെബ്രുവരി മാസത്തിന്റെയും ഈ ജനുവരി 30-ന്റെയും ഇടയിലുള്ള ചുരുങ്ങിയ ദിവസം കൊണ്ട് 328 പേരെ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അഴിമതിയിലൂടെ ഉണ്ടാക്കിയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം കൊടുത്തവരാണ് ഈ കേരളത്തിലെ UDF നേതാക്കന്മാർ. 26/2 ഈ നിയമനങ്ങളെല്ലാം പൂർണ്ണമായും ഈ കേരളത്തിനകത്ത് PSCക്ക് വിട്ടുകൊണ്ട് ഗവർണർ ഓർഡർ ഇറക്കിയതിനു ശേഷവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 50 പേരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ നിയമിച്ചിട്ടുണ്ട്. ഇതെല്ലാം അധികാര ദുർവിനിയോഗമാണ്, അഴിമതിയാണ്. വൈസ് ചാൻസലറിൽ ഇല്ലാത്ത അധികാരം എന്ത് ചെയ്യാണ്? ഈ വ്യക്തമാണ്. അത്തരം വിഷയങ്ങൾ നമുക്ക് അതിലേക്ക് വരാം. ശ്രീ ഹനീഫ, ഞാൻ മറ്റു അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ജ്യോതികുമാർ ചാമക്കാല, കഴിഞ്ഞ ദിവസം ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ്. സാങ്കേതിക സർവകലാശാലകളിൽ ഇതുപോലെ അനധ്യാപക നിയമനങ്ങളുമായി സ്വയം മുന്നോട്ട് പോയ സർവകലാശാലയെ വാർത്ത. അതിൽ PSC ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നു. ശക്തമായ വിമർശനം തന്നെ ഈ സർവകലാശാലയ്ക്ക് PSCയുടെ ഭാഗത്ത് നിന്ന് കേൾക്കേണ്ടി വന്നു. സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ തന്നെ നമ്മുടെ ഈ സർവകലാശാലകളിലെല്ലാം നടക്കുന്നത് PSCയുടെയും സർക്കാരിന്റെയും
വലിയ വിമർശനങ്ങൾക്കിടയാക്കുന്ന കാര്യം. ഒപ്പം നിയമ നടപടികൾ നേരിടേണ്ടി വരുന്ന ഒരു ഘട്ടം കൂടിയല്ലേ ഇത്? അല്ല സായികുമാർ, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ഹനീഫ പറഞ്ഞതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാചകങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ല. കാരണം അദ്ദേഹം ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ അങ്ങനെ പറഞ്ഞാൽ കേരള സർവകലാശാലയിൽ 2000-ന്റെ ആദ്യ പകുതിയിൽ നടന്ന അസിസ്റ്റന്റ് നിയമനത്തിൻ്റെ ഉത്തരക്കടലാസ്, അസിസ്റ്റന്റ് നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരീക്ഷയുടെ ഉത്തരക്കടലാസ് ഇന്നുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനെ സംബന്ധിച്ച് വിവിധ കമ്മീഷനുകളും ലോകായുക്തയും ഹൈക്കോടതിയും മറ്റ് കമ്മീഷനും ഒക്കെ പറഞ്ഞതും പ്രതികളാക്കിയതും CPM-ൻ്റെ ഉന്നതരായ നേതാക്കളെയാണ്. അവരിന്നും പ്രതികളായി തന്നെ തുടരുകയാണ്. അവരുടെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹനീഫ പറയുന്നത് UDF എന്തൊക്കെയോ ചെയ്തു എന്ന്. ഇവിടെ വസ്തുതകളെ വസ്തുക്കളായി കണക്കാക്കണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിഷയം എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. അവിടെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സർക്കാർ നിയമനങ്ങൾ PSCക്ക് വിടാൻ തീരുമാനിച്ചു. അത്തരത്തിലൊരു ഗവൺമെൻറ് തീരുമാനമുണ്ടായി, ഉത്തരവിറങ്ങി. അതിനുശേഷം PSC അത് ഏറ്റെടുത്തുകൊണ്ട് PSC അത് ഏൽപ്പിച്ചുകൊണ്ട് മറ്റൊരു ഉത്തരവിറങ്ങേണ്ടതുണ്ട്. ഇതിൻ്റെ കാലതാമസത്തിനിടയിൽ വന്ന വിഷയങ്ങൾ 2013 മുതൽ 15 വരെ വന്ന കാലയളവിൽ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്ത് വെച്ചിരുന്ന പരീക്ഷകളെ സംബന്ധിച്ചും അവരുടെ നിയമനങ്ങളെ സംബന്ധിച്ചുമുള്ള പ്രോസസ്സുകൾ തുടരാം എന്ന് ഗവൺമെൻറ് തന്നെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അത്തരത്തിൽ പരീക്ഷ നടത്തിയതും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിയമനങ്ങൾ നടന്നതും. ആ നിയമനത്തെ സംബന്ധിച്ചൊന്നും ഒരു തർക്കവും ഒരു കേസും എങ്ങും നിലനിൽപ്പില്ല. മറ്റൊന്ന്, അതിനെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞ കഴിഞ്ഞ സിൻഡിക്കേറ്റിലുണ്ടായ വിഷയം, ശ്രീ PM നിയാസാണ് ഇറങ്ങിപ്പോയത്. അതിന് കാരണമുണ്ട്. അവിടെ അന്ന് നിയമിച്ച വേക്കൻസികളിൽ നിയമനം നൽകിയവരിൽ ജോയിൻ ചെയ്യാത്തവരുടെ വേക്കൻസികൾ ഇനി PSCക്ക് റിപ്പോർട്ട് ചെയ്യുക അസാധ്യമാണ്. അത് പഴയ ലിസ്റ്റിൽ നിന്ന് തന്നെ എടുത്തേ മതിയാവൂ. കാരണം അത് റൊട്ടേഷൻ അനുസരിച്ച്. ശ്രീ ജ്യോതികുമാർ ചമക്കല, ക്ഷമിക്കണം ഇടപെടുന്നത് കൊണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ കേരള യൂണിവേഴ്സിറ്റി അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അത് മറ്റൊരു വിഷയം തന്നെയാണ്. സമയപരിമിതി കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ഈ വിഷയത്തിൽ ഇത് നിയമവിരുദ്ധമായ ഒരു കാര്യം തന്നെയല്ലേ നമ്മുടെ സർവകലാശാലകളിൽ നടക്കുന്നത്? അടിയന്തരമായി സർക്കാർ ഇടപെടേണ്ടതല്ലേ ഈ വിഷയത്തിൽ? അത് തീർച്ചയായും ഞാൻ അതിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഹനീഫ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുതെന്ന് മാത്രമാണ് ഞാൻ ഇതിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹം വെറുതെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പക്ഷേ ഇവിടെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞത്, സ്വാഭാവികമായും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ആക്ട് വന്നപ്പോൾ അതിനകത്ത് സ്പെസിഫിക്കായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് ഇൻ്റർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ട്രാൻസ്ഫറിലൂടെ അവരുടെ ഓപ്ഷൻ ചോദിച്ചുകൊണ്ട് അവർക്ക് നിയമനം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് വിരുദ്ധമായി അവിടെ വൈസ് ചാൻസലർ കാട്ടിക്കൂട്ടുന്ന ചില വേലകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം PSCക്ക് ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യുകയും PSC അവിടെ നിന്ന് ഒരു ലെറ്റർ കൊടുക്കുകയും ചെയ്തത് ഇനി മേലാൽ ആരെയും നിയമിക്കരുതെന്ന്. അവിടുത്തെ ആക്ടിന് വിരുദ്ധമായി അദ്ദേഹത്തിന് ഇപ്പോൾ താൽക്കാലികമായി വെച്ചിരിക്കുന്ന ജീവനക്കാരെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള കള്ളക്കളി എന്നാണ് ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും നിയമപരമായി ഉദ്യോഗാർത്ഥികൾ അവർ ടെസ്റ്റ് എഴുതി പാസ്സായ ഉദ്യോഗാർത്ഥികളെ അവിടെ നിന്നും അകറ്റി നിർത്തുന്നതിനുള്ള ശ്രമമാണ് അവിടുത്തെ വൈസ് ചാൻസലർ നടത്തുന്നത്. സ്വാഭാവികമായും ഇതിനൊന്നും സിൻഡിക്കേറ്റുകളെ കുറ്റം പറയേണ്ട ആവശ്യമേ ഇല്ല. അതായത് വൈസ് ചാൻസലർമാർക്ക് അവിടെ ഉണ്ടാകുന്ന വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഈ റിപ്പോർട്ട് ചെയ്യാത്ത വൈസ് ചാൻസലർമാരെല്ലാം ദുരുദ്ദേശത്തോടുകൂടിയാണ് റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത്. വ്യക്തമാണ് ശ്രീ ജ്യോതികുമാർ ചമക്കല. അരുൺ, എന്തായാലും ഇത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ അടക്കം അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതിനെ എങ്ങനെ നേരിടാൻ, നിയമപരമായി അടക്കം മുന്നോട്ട് പോകാനാണോ ഇപ്പോൾ നിങ്ങളുടെ തീരുമാനം? സാർ, അതിനു മുമ്പ് ഒരു കാര്യം കൂടെ എനിക്ക് ഒന്ന് കൂട്ടിച്ചേർക്കാനുണ്ട് സാർ. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഈ പറഞ്ഞ 103 വേക്കൻസി ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിചാരിച്ചാൽ കൂടെ റിപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുള്ള VC ആണ് ശരിക്കും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ VC ഉള്ളത്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നമ്മളൊരു വിവരം അറിയാൻ വേണ്ടി പോയാൽ തന്നെ നമ്മളൊക്കെ എന്തോ തെറ്റ് ചെയ്ത് പോകുന്നവരെയാണ്. നമ്മുടെ ഒരു PSC ലിസ്റ്റ് വന്ന ആളുകളെ പോലെയല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന വേറൊരു വിഷയം ബൈ ട്രാൻസ്ഫർ ആണ്. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ബൈ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു പ്രശ്നം നടക്കുന്നുണ്ട്. താഴെ തട്ടിലുള്ള ആളുകളെ ഒരു ധൃതി പിടിച്ച്, അല്ലെങ്കിൽ താഴെ തസ്തികയിലുള്ള ആളുകളെ ധൃതി പിടിച്ച് പ്രൊമോഷൻ കൊടുത്ത് ഈ ഒരു വേക്കൻസികൾ ഫില്ല് ചെയ്യാനുള്ള ഒരു പ്രശ്നം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതുകൂടാതെ സാർ, നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്തൊരു വിഷയമാണ് ഡെപ്യൂട്ടേഷനിൽ പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും പല യൂണിവേഴ്സിറ്റികളിലേക്കും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിൽ നിന്നും പല ഒരു യൂണിവേഴ്സിറ്റികളിലേക്കും ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വേക്കൻസികൾ അവിടെ ഇല്ലാതാവുകയാണ്. അപ്പോൾ ഈ ഒരു സ്ഥിതിവിശേഷമാണ് ശരിക്കും നമ്മുടെ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നത്. തൃശ്ശൂർ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഈ ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെയാണ് ഓരോ യൂണിവേഴ്സിറ്റികളിലും ഇത് ഒരു കൃത്യമായിട്ടുള്ള ഒരു വ്യവസ്ഥയില്ലാതെ കിടക്കുകയാണ്. ഇത് ആരെ കാണണം, എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇതിന് ആര് ഉത്തരം പറയും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. സമരം എന്ന് പറഞ്ഞാൽ ഞങ്ങളിത് തുടങ്ങുന്ന അന്ന് തൊട്ട് തുടങ്ങുന്നതാണ് സാർ സമരം. എല്ലാ ദിവസവും സമരങ്ങളാണ്. എല്ലാ ദിവസവും ഇതിന് വേണ്ടിയിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസ് ആയിട്ട് നമ്മൾ നടക്കുന്നുണ്ട്. അനിശ്ചിതകാല നിരാഹാര സമരം നടക്കാൻ നമ്മുടെ ഈ ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ ഒരു കേരള യൂണിവേഴ്സിറ്റിയിലും തുടങ്ങിയപ്പോഴാണ് അവർ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. പക്ഷേ പിന്നെ അതൊരു ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് യാതൊരു മറുപടിയില്ല. അപ്പോൾ ഈ ഒരു തണ്ടർ ബോൾട്ടിൻ്റെ, സാറിന് അറിയാമല്ലോ, തണ്ടർ ബോൾട്ടിൻ്റെ
ഒരു ലിസ്റ്റിലെ ആളുകളെ നിയമനം നടക്കുന്നില്ല പറഞ്ഞിട്ട് അവർ സെക്രട്ടേറിയറ്റിൻ്റെ മുകളിൽ കയറി നിന്ന് ആത്മഹത്യാ ശ്രമം നടത്തിയതിന് ശേഷമാണ് റിപ്പോർട്ട് ചെയ്യിക്കപ്പെട്ടത്. അപ്പോൾ എല്ലാ ലിസ്റ്റിൽ പെടുന്ന ആളുകളും അല്ലെങ്കിൽ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ലിസ്റ്റുകളിൽ പെടുന്ന ആളുകളും അങ്ങനെ എന്തെങ്കിലും ഒരു മാസീവായിട്ടുള്ള ഒരു സമരപരിപാടി നടന്നാലേ റിപ്പോർട്ട് ചെയ്യൂ എന്ന് പറയുന്നത് തീർച്ചയായും റൈറ്റ്, വ്യക്തമാണ് അരുൺ. എന്തായാലും വളരെയധികം നന്ദി അരുൺ. ജ്യോതികുമാർ ചാമക്കാല KK95 വിഷയത്തിൽ പങ്കെടുത്തതിന്. സർക്കാർ ഇടപെടലാണ് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാത്തപക്ഷം ശക്തമായ സമരത്തിലേക്ക് കടക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. വളരെയധികം നന്ദി അതിഥികൾക്ക്. ഡിഫോക്കസിൽ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുമായി വളരെ പെട്ടെന്ന് തിരിച്ചു വരും. ഇരുമ്പനം IOCയിൽ ലോറി ഉടമകളും തൊഴിലാളികളും നടത്തിയിരുന്ന സമരം പിൻവലിച്ചു. സർക്കാർ തലത്തിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. IOC ടെൻഡർ നടപടി ഡിസംബർ 3 വരെ മരവിപ്പിക്കാൻ തീരുമാനിച്ചതായും ചർച്ചയ്ക്ക് ശേഷം ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഇരുമ്പനത്തെയും ഫറോക്കിലെയും ഡിപ്പോകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 4 ദിവസമായി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമരം സംബന്ധിച്ച് കഴിഞ്ഞ 22-ാം തീയതി കോഴിക്കോട് വെച്ചും ഇന്ന് ബഹുമാനപ്പെട്ട ലേബർ മിനിസ്റ്റർ ശ്രീ TP രാമകൃഷ്ണൻ്റെയും എൻ്റെയും സാന്നിധ്യത്തിൽ തുടർച്ചയായ ചർച്ചകൾ നടക്കുകയുണ്ടായി. ആ ചർച്ചകളുടെ ഒടുവിൽ മാനേജ്മെൻറ്റും വിവരങ്ങളുമായി റഹീസ് റഷീദ് ഉണ്ട് തിരുവനന്തപുരത്ത്. റഹീസ്, വിവിധ ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വച്ചിരുന്നത്. എന്തൊക്കെ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സമരം പിൻവലിച്ചത്? സായികുമാർ, വിവിധ ആവശ്യങ്ങളായിരുന്നു തൊഴിലാളികളുടെ കോർഡിനേഷൻ കമ്മിറ്റി മന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിൽ ഉന്നയിച്ചത്. പ്രധാനമായും കഴിഞ്ഞ തവണത്തേക്കാൾ കിലോമീറ്റർ ചാർജ് കുറച്ചു. മറ്റൊന്ന്, കുറേയധികം തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. 55 വണ്ടിയുള്ളവർ മാത്രം ടെൻഡറിൽ പങ്കെടുത്താൽ മതി എന്നൊരു അവസ്ഥ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞ് നിരവധി പ്രശ്നങ്ങൾ ഇവർ ഉന്നയിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ IOC അധികൃതർക്ക് ഇപ്പോൾ ഒരു കൃത്യമായൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നൊരു നിലപാടായിരുന്നു അവർ എടുത്തത്. പ്രത്യേകിച്ച് അവർക്ക് രാജ്യത്തൊട്ടാകെ ഒരു തരത്തിലുള്ള നിയമമാണുള്ളത്. അത് കേരളത്തിൽ മാത്രം മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഉന്നതതല ചർച്ചകൾ നടത്തിയതിനു ശേഷം അന്തിമ തീരുമാനം എടുക്കാമെന്നൊരു നിലപാടിലായിരുന്നു IOC അധികൃതർ ഉണ്ടായിരുന്നത്. പക്ഷേ തൊഴിൽ വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണനും ഗതാഗത വകുപ്പ് മന്ത്രി ശശീന്ദ്രനും കൃത്യമായ നിലപാടെടുത്തു. ചില വിട്ടുവീഴ്ചകൾ IOCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് എന്ന നിലപാടിലായിരുന്നു അവർ നിന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ വിളിച്ചിരിക്കുന്ന ടെൻഡർ ഡിസംബർ 3 വരെ മരവിപ്പിക്കാൻ ഈ യോഗത്തിൽ തീരുമാനമായി. ഈ തീരുമാനത്തെ തൊഴിലാളികളും സ്വാഗതം ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായി ഇരുമ്പനത്തെ IOC തൊഴിലാളികൾ നടത്തുന്ന സമരം പിൻവലിക്കാൻ തീരുമാനമായത്. നാളെ രാവിലെ തിരുവനന്തപുരത്തെയും എറണാകുളത്തെയും കോഴിക്കോട്ടെയും IOC ഓഫീസുകൾക്ക് മുമ്പിൽ ഇന്ന് നടന്ന യോഗത്തിൻ്റെ തീരുമാനം തൊഴിലാളികളുടെ കോർഡിനേഷൻ പ്രഖ്യാപിക്കും. മറ്റു തൊഴിലാളികളെയും കൂടി ഇത് അറിയിക്കും. അതിനുശേഷം ഏകദേശം നാളെ രാവിലെ 8 മണിയോടുകൂടി തന്നെ ലോറികൾ ഓടിത്തുടങ്ങുമെന്നാണ് കോർഡിനേഷൻ ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്. റൈറ്റ്, ഇരുമ്പനം IOCയിൽ ലോറി ഉടമകളും തൊഴിലാളികളും നടത്തിവന്ന സമരം പിൻവലിച്ചു. സർക്കാർ തലത്തിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. IOC ടെൻഡർ നടപടി ഡിസംബർ 3 വരെ മരവിപ്പിക്കാൻ തീരുമാനിച്ചതായും ചർച്ചയ്ക്ക് ശേഷം ഗതാഗത മന്ത്രി പറഞ്ഞു. വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി റഹീസ് റഷീദ് നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇതോടെ ഇന്നത്തെ ഡിഫോക്കസ് സമാപിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയത്ത് കാണാം. ഇടവേളയ്ക്ക് ശേഷം ഷോമോളുമായി NP നിസ ചേരും.